ഇതാ രണ്ട് നല്ല ഉശിരം കോയല കിട്ടിയിട്ടുണ്ടേ. കോയല നല്ല പച്ച വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതൊന്ന് മുറിച്ചങ്ങ് ആക്കി കൊടുക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അച്ഛൻ നല്ല ഉശിരം കോയല ഇട്ടിട്ടുണ്ട്. അച്ഛൻ ചോറുണ്ടല്ലേ, ഞാൻ വേഗം വെച്ചിട്ട് കൊണ്ടുതരാട്ടാ. മുറിക്കട്ട് വേഗം. അല്ലപ്പ ഇനി മീൻ മുറിക്കുന്നത്ര ഞാൻ ഇത് കൊണ്ടുതന്നിട്ട് എത്ര സമയമായി? ഞാൻ ഇപ്പൊ താഴെ പോയിട്ട് വന്നു. ഇനി എപ്പാ ഇനി ആക്കലി? ഓ എനക്ക് ഇത് മാത്രമേ പണിയില്ല, വേറെ ഒന്നും പണിയില്ല. കണ്ടോ അച്ഛാ പറയുന്നത്? ഞാൻ വേഗം ആക്കിത്തരാം. മുറിക്കട്ട്. നല്ല മീനല്ലേ അച്ഛ കോയല? അല്ലേ? അങ്ങനെ ചൂളിയൊന്നും ഉണ്ടാവൂല അല്ലേ? വേഗം മുറിച്ച് റെഡിയാക്കാം. എണ്ണറതാ കളയല്ലോ. എണ്ണ നീ പൊട്ടിച്ചു അല്ലേ? അമ്മേ ആ നീ പൊട്ടിച്ചടിന്ന് ഇതാ അത് കളയല്ലേ നീ. ആ പൊളക്ക് അത് കളയലാണേ. ആ പൊളക്ക് ഒരു കത്രിക എടുത്തിട്ട് ഉണ്ട് ഇവിടെ ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് അതിന്റെ കിണർ കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ. പിന്നെയോ നല്ല ടേസ്റ്റിലെ സാധനം കിണർ കോയലേരെ. ആ നീ അനക്കാക്കി തന്നാ മതി. ആ നീ അനക്കാക്കി തന്നാ മതി. നീ ആ കളയല്ലത്. നീ കത്രിക എടുക്കുക. അതിന് ചെയ്താക്കിയ നീ അത് ഞവണ്ടി കളയല്ലടോ. ഞാൻ കത്രിക എടുത്ത് തരാം. കൊണ്ട ഇവിടെ പിടിത്തം മീൻ മുറിക്കുന്നത് ഇതാ. അതെല്ലാം പൊട്ടിച്ച കളയല്ല കുഞ്ഞിതാ. അമ്മേ ഇതെല്ലാം നശിപ്പിച്ച് കളയല്ല. ഇവിടെ എന്നാ ഞാൻ ഇങ്ങനെ കളയുന്നു. ആ പൊട്ടിക്കാണ്ട് എടുത്തൂടെ? എന്നെ ഇവക്ക് അടി കൊടുക്കേണ്ടതല്ലേ? മീൻ മുറിക്കുമ്പോ വേഗം നശിപ്പിക്കാൻ പാടില്ല. മീൻ നല്ല വൃത്തി മുറിച്ചെടുക്കണം. ഇത്ര അച്ഛൻ പറയുന്നു നല്ല സാധനല്ലേ കിണറിയുന്നു. നല്ല സാധനമാണ്. അതാ മാലൊന്നും വേണ്ട. ഞാൻ ആവശ്യമില്ലാതെ ഒന്നും പറയുന്നില്ല. ഇതാ നോക്കി നോക്കണേ. ഇത് എടുക്കുമ്പോ മിനിക്കോണി തന്നെ എടുക്കണ്ടേ? അതെ അതെ അതെ. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? തല മുറിച്ചിട്ടാകുമ്പോ കുടലങ്ങോട്ട് കയറിയാ മതി. കത്തിരോണ്ട് അങ്ങോട്ട് കയറി കൊടുത്താല് അല്ല ഇങ്ങടുക്കാം. അതെ അതെ അതെ. എന്റെ പല്ല് കണ്ട് തലക്കിതാ ഞാൻ മുറിച്ചിട്ട് അതങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പറേഷൻ വിജയിക്കും നോക്കട്ടെ. ഇതാ കിണറ് കണ്ടതാ. അതല്ല അത് മറ്റേ കളയണ്ടേ? എന്താ ഇതാ ഇവിടെ കളയാന്നും പറയുന്നു. അതിന്റെ അവത്തർച്ചയാണ്. അവത്തർച്ചയല്ലേ? ഇതെന്നാ വെച്ചാ അവത്തർച്ചയല്ലേ? അത് കളയണ്ട. അതിലിട്ടെ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് ഞാൻ പൊട്ടിച്ചാണെങ്കിൽ കുടലേ കളയണ്ടു. മീൻ അങ്ങനെ കളയാൻ പാടണ്ട. എന്നാ പിന്നെ ഇതും കൂടെ മുറിക്കട്ടെ. അല്ല അതൊക്കെ കൈ കിത്തുകളി വെക്കുന്നു ഒരു മീൻ കണ്ടിട്ട്. ഏറ്റവും എളുപ്പം മുറിക്കാൻ പറ്റുന്ന മീനായി ഇതല്ല. അപ്പൊ നമ്മുടെ കുഴലമീൻ നല്ല വൃത്തിയുടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ടേ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും കാന്താരിയും ചതച്ചതേ. അധികം വേണ്ട, കുറച്ചിടാം. ഇത് കുറച്ച് കൂടുതൽ ചതച്ച് വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് സാധാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കഴിഞ്ഞു മതി. അത്രേ വേണ്ടു. നല്ലോണം മിക്സ് ആക്കാം. ലൈറ്റ് മസാലയും വേണ്ടു. എല്ലാം കൂടി നമ്മൾ കറിവേപ്പില ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടെ, കല്ലുപ്പാണ്, ഉപ്പ്,
തലയടക്കം എടുത്തിന് കേട്ടാ. പിന്നെ ഇവിടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലൈറ്റ് പുളിയെ വേണ്ടു. ഓക്കെ, അടുപ്പത്ത് നോക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചു കൊടുക്കുക, വേവിട്ടെ. പെട്ടെന്നാവും, ഒരു 10 മിനിറ്റ് വേണ്ടു അല്ലേ? ഈ മീൻ പെട്ടെന്ന് വേവുന്ന മീനാണ്. അതായി നോക്കട്ടെ, കുറച്ച് സമയമായി. സമയം കുറെ വൈകി പോയി അല്ലേ? വെന്തിട്ടുണ്ടാവും അല്ലേ? വെന്തിട്ടുണ്ടാവും. അതിന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ. തണ്ട് കറിവേപ്പില മതി. ഓക്കെ, അച്ഛനോട് കൊടുക്കട്ടെ. സമയം വൈകി അല്ലേ? സമയം ഒരുപാട് വൈകിപ്പോയി, തിരക്കായി. ഇവിടെ സാമ്പാർ ആക്കുന്നുണ്ട്, പക്ഷെ അത് ആയിട്ടാ ഒന്നല്ല കറി ആയാ. എന്നാ പിന്നെ അതും കൂടെ എടുത്തോ. അവിടെ കറക്റ്റ് പുളിശ്ശേരി വെച്ചു വരും. പുളിശ്ശേരി ഉണ്ട്, അത് ഇങ്ങോട്ട് വിളിക്കാം. കുറച്ച് പുളിശ്ശേരി ഇതെടുക്ക് നീ വേഗം. നല്ല ചൂട്. പൊട്ടാതെ എടുക്കും, പൊട്ടാതെ എടുക്കും. ഇതങ്ങനെ പൊട്ടൊന്നുമില്ല. കഷ്ണം ചാറ്. ഇത് ഇങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല. മറ്റേ കറി എടുക്ക്, ഞാൻ വേഗം കൊണ്ട് കൊടുക്കല്ലേ. കഴിച്ചിട്ടുണ്ടാവില്ല, ഞാൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അങ്ങനെ അമ്മ തറവാട്ടിലെത്തി. രണ്ടാളും കാണുന്നില്ലല്ലോ. അയ്യോ ചാ, ഓ ബാബാ കഴിക്കാന്നല്ലോ. ചാ, എന്നാ കാന്താരിയാ? അച്ഛൻ കാന്താരി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇരിക്കമ്മേ, ഇത് എവിടെയിരുന്നോ? ഇങ്ങോട്ട് ഇരിക്കും. നോക്കണേ. ഓ തിരക്കായി, എല്ലാവർക്കും തിരക്കായി. സമയം വൈകിപ്പോയി അല്ലമ്മേ? കറിയാവാൻ കുറച്ച് വൈകിപ്പോയി, അതാ. സാമ്പാർ, മീൻകറി. കാന്താരി നല്ല സാധനമില്ല അച്ഛാ, ഞാൻ അധികം പഠിക്കല്ലോ. പിന്നെയോ, കാന്താരി നിലച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ? മോരിന് നല്ല രസമാണ് കാന്താരി തിന്നാല അച്ഛാ. അച്ഛൻ പറഞ്ഞ ഷുഗർ ഉണ്ടാവില്ല കാന്താരി കുട്ടികളെന്ന് പറയുന്നത്. കൊളസ്ട്രോൾ അല്ല അച്ഛാ, കൊളസ്ട്രോളിനെ പറയല്. കൊളസ്ട്രോളാണ്, ഷുഗർ അല്ല. അച്ഛൻ മാറിപ്പോയതാണ്, കൊളസ്ട്രോളാണ്. അധികം കഴിക്കാൻ പാടില്ല അല്ലേ ദിവസം? അവത്ത് പിന്നെ അങ്ങനെയല്ലേ, അടുക്കളയിൽ കറിയാ കലവില തന്നെയാണ് അല്ലേ? കറി പോയി കൊടുക്കും. ആദ്യം സാമ്പാർ കൂടെ അച്ഛൻ. അച്ഛൻ പുളിശ്ശേരി അങ്ങനെ കൂട്ടില്ല അല്ലേ? പുളിയായും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുഴമീൻ മുളകിട്ടത്. കോയല കൊറേ ആയാലും കൂട്ടാതെ ചാപ്പം. നമുക്ക് ചാറ് കൊടുക്ക്. ചാറൊന്നുമില്ല, മുളകിട്ടതല്ലേ. പുളിങ്കറി കൊടുക്കാം നമുക്ക്, പുളിശ്ശേരി. അച്ഛൻ കഴിച്ചു നോക്കേ. അച്ഛന് പുളിശ്ശേരി ഒരു കഷ്ണം പിടിച്ചു നോക്കിയാ. നല്ല രസമുണ്ടാ. ഇവിടുത്തെ പുളിശ്ശേരി ഉണ്ട്. അച്ഛന് വേണ്ടേ? വേണ്ടേ? എന്നാ പിന്നെ കഴിച്ചോ. വെള്ളം അമ്മ മീൻ കൂട്ടി നോക്കിയാ, പൊളിച്ചു നോക്കിയാ. നല്ല കുഴല, നല്ല മത്സ്യല്ലേ? അല്ലേ കുഴല നല്ലല്ലേ?
പിന്നെ അതിന് മുള്ളിന്റെ ശല്യം ഉണ്ടാവും. മുള്ളുണ്ടാവില്ല പിള്ളേർക്കെല്ലാം തന്നെ. പക്ഷെ നച്ചുന്നാവലും ഇങ്ങനത്തെ മീൻ അധികം കൂട്ടൂല അല്ലെ. അവർക്ക് അയില മത്തി ചെമ്മീൻ പുയ്യാപ്പിളെല്ലാം ഇഷ്ടമാണ് അല്ലെ. പുയ്യാപ്പിള ചോന്ന ഇത് നല്ല മീനാണ്, അടിപൊളി മീനാണ്. ഇത് ഇങ്ങനെ വെച്ചാൽ രസം ഉണ്ടാവില്ല വെച്ചാ. ഇത് അധികം ഉള്ളിന്ന് ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അല്ലേ. പിന്നെ ഒരാൾക്ക് ഓരോ ടേസ്റ്റ് ആണേ. നമ്മളെ ടേസ്റ്റ് ഇങ്ങനെയാണ്. സാമ്പാറിൽ അധികം കഷ്ണം ഉണ്ടാവില്ല അച്ഛാ. വെണ്ടയ്ക്കൊന്നും മനസ്സിട്ടാ ഉരുളക്കിഴങ്ങ് തക്കാളി ഇട്ടിട്ട് തക്കാളി ആക്കിയതാണ്. അമ്മക്ക് ഇപ്പൊ കാന്താരി ചേർക്കാൻ തോന്നി. പുളിങ്കരി ചേർക്കാനാ? പുളിശ്ശേരി പുളിശ്ശേരി നല്ല ടേസ്റ്റാ കാന്താരി വെച്ചാൽ. കാന്താരി താറ്റ കൊടുത്തമ്മ താറ്റ. ഓക്കെ. ആ അപ്പോൾ അച്ഛനും അമ്മയും ചോറ് കഴിച്ചുവേ. കറി നല്ലോണം ഇഷ്ടപ്പെട്ടിനി. ഞാനാക്കിയ കറി ആയതുകൊണ്ടാവുന്നു. ഞാനാക്കിയ കറി നല്ല ടേസ്റ്റാണ് പൊതുവേ. അതിട്ടിനി ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ ഞാൻ വെച്ച കറി എങ്ങനെയുണ്ട്. എൻ്റെ ചേരുവ. ഓക്കെ. അപ്പോൾ നമ്മൾ ചോറ്, അപ്പോൾ ലതയുടെ കഷ്ണമില്ലാതെ സാമ്പാർ മതി എല്ലാം ഒഴിക്കല്ല, കംപ്ലീറ്റ് ഒഴിച്ചിട്ട് വയസ്സി. ഏർത്തിന്റെ പുളിശ്ശേരി മതി. അല്ല അങ്ങനെ തീറ്റക്കാരനല്ല പറയുന്നത്. അപ്പൊ നമ്മുടെ കിണർ ആർക്കും വേണ്ടി വരും. മീൻ മുട്ട കിണർ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. നമ്മുടെ കുഴല മീനിന്റെ മുട്ട. ഇനി നമ്മുടെ സ്പെഷ്യൽ കുഴല മീൻ മുളകിട്ടത്. 2 കഷ്ണം മതി. ഇപ്പറ ആടെ തന്നെ. എല്ലാ കറിയിലൊപ്പം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മതി. പിന്നെ കഴിക്കേ. ആദ്യം നമ്മുടെ സാമ്പാർ, പരിപ്പ് കഷ്ണമില്ലാതെ സാമ്പാർ, കാന്താരി, നമ്മളെ പുളിശ്ശേരി, ഇതൊക്കെ ഞെരട, കാന്താരി പുളിശ്ശേരി ഞെരടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മീൻ മുട്ട, കുഴല മീൻ മുട്ട നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെ എനിക്ക് വേണ്ടേ? നീ കുറച്ച് വെള്ളത്തെ നല്ല എരു. കുഴല മീൻ ഓഹോ. അച്ഛൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കുരുമുളകൊണ്ടിയും ആ മീനും നല്ല സ്വാദാണ്. പച്ചവെളിച്ചെണ്ണയിലും നനച്ചിട്ടാക്കുമ്പോൾ മീൻമുട്ട ഞാൻ ഒറ്റക്ക് തിന്നേണ്ട അവസ്ഥ തോന്നുന്നില്ല. ഉണ്ടാ പുളിശ്ശേരി സാമ്പാർ നല്ല ഇങ്ങനെ കുഴക്കുക. ഒരു കഷ്ണം എന്താ മീനിൻ്റെ കഷ്ണം ഇതാ ഇങ്ങനെ ഇത് വെക്കുക. ഒന്നും പറയാനില്ല. മീനിൻ്റെ മുട്ട
കുറച്ച് ചോറിലൂട്ടുക ഇതാ. എന്നാ പിന്നെ ഞാൻ കഴിച്ചോട്ടെ, ആസ്വദിച്ച് കഴിച്ചിട്ട്. ഓക്കെ.